ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. വെറും വയറ്റിൽ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ദിവസം തുടങ്ങണത് തന്നെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഷോപ്പ് തുറക്കാനായിട്ട്. 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പ് തുറന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ചായ തിളപ്പിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും അതുപോലെ കുറച്ച് 1-2 സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. ഇന്ന് ജിമ്മിലൊരു പ്രോഗ്രാം ഉണ്ട്, മെഹന്തി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ പോകണം. അതൊരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ വന്നിരുന്നു. നമുക്ക് ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 9 മണി വരെ എന്തായാലും ഇരിക്കണം. കാരണം എപ്പോഴാണ് ലിസ്റ്റ് വരികയെന്നൊന്നും അറിയില്ല. 9 മണി വരെ ഡോക്ടർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ലിസ്റ്റ് വരികയെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് 9:30 കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. റെഡി ആവാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പോകേണ്ടത് മില്ലിലേക്ക് പോകണം. മില്ലിലേക്ക് വന്നു. തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് തേങ്ങയും അതുപോലെ വെളിച്ചെണ്ണ എപ്പോഴും മേടിക്കുക. അപ്പോൾ അങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിമ്മിലേക്ക് എത്തി കേട്ടോ. 2 മണിക്ക് ജിമ്മിലേക്ക് എത്തി. 2 മണി തൊട്ടാണ് അവിടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ അവിടേക്ക് എത്തി. എനിക്കാണെങ്കിൽ 4 മണി ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം. കാരണം എനിക്ക് ഷോപ്പ് തുറക്കണമല്ലോ. അപ്പോൾ അത് കാരണം അപ്പം ഞാൻ നേരത്തെ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിന് സമയത്ത് തന്നെ എത്തി. മെഹന്തിയുടെ ഫസ്റ്റ് അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുന്ന ഇത് വരുമ്പോഴേക്കും ഞാനിവിടെ പോകുന്നു. 4 മണിക്ക് അത് തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഷോപ്പ് തുറക്കണമല്ലോ വെച്ചിട്ട് ഞാൻ വന്നു. അപ്പോൾ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ പങ്കെടുത്തു. ഇതിപ്പോൾ ആരുടെ കയ്യിലാണോ ലാസ്റ്റ് മ്യൂസിക് നിൽക്കുമ്പോൾ കിട്ടുന്നത് അവർ ഔട്ടാവും. അപ്പോൾ ഞാനൊരു 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ടായി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഗെയിമുകളുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പിന്നെ ബലൂണ് വീർപ്പിക്കുക, എല്ലാവർക്കും ബലൂൺ കൊടുത്ത് വീർപ്പിക്കുക. ആരുടെയാണോ ആദ്യം പൊട്ടുന്നത് വീർപ്പിച്ചിട്ട് അവർ ഇതിൽ വിന്നറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിന്നറായ ആളുകൾക്ക് ഓരോരോ ചോക്ലേറ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷത്തിന് ചോക്ലേറ്റ് കൊടുക്കുന്നത്. പക്ഷേ അവരെല്ലാവർക്കും അത് പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുത്തു. നല്ല രീതിയിൽ കുറച്ച് സമയമായാലും അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരം മാറി നിന്ന് ഇവിടുത്തെ ഒരു സന്തോഷം ഹാപ്പിയിൽ പങ്കെടുക്കുക. അപ്പോൾ അതൊരു വേറൊരു അനുഭവമല്ലേ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അതിൽ നിന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും കറക്റ്റ് സ്ഥലത്ത് പൊട്ട് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ ആർക്കും കറക്റ്റ് ചിലവർ തലയിലൊക്കെയാണ് പൊട്ട് തൊടുന്നത്. കറക്റ്റ് ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ വിന്നർ എന്ന് പറയാനായിട്ട് ഇല്ല. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിച്ചു. നമ്മൾ അധികം വറുത്തതും പൊരിച്ചൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ നമ്മൾ അത് കഴിക്കും. ഞാൻ അത്രയ്ക്ക് ഇനിയിപ്പോൾ വർക്കൗട്ടിങ്ങൊക്കെ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ വെയിറ്റ് ഇങ്ങനെ കൂടും. അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തായാലും നാളെ മുതൽ ഒന്നും കൂടി നല്ല ഹാർഡ് വർക്കായിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഉണ്ട്. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. V1 ലേഡീസ് ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടൊക്കെയാണ്. അടിപൊളിയായിരുന്നു. ഇത് അവിടുത്തെ നമ്മുടെ ജിമ്മിൽ വരുന്ന ഒരു കുട്ടിയുടെ തന്നെ വകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. ഇത് മുട്ട ചേർക്കാത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോഴിമുട്ടയൊന്നും ഇല്ലാത്ത ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. ചിലർ കോഴിമുട്ട കഴിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എഗ്ഗ് ചേർത്ത കേക്ക് കഴിക്കുന്ന ഏകദേശം അതേപോലെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനൊക്കെ എഗ്ഗ് ചേർത്തിട്ടുള്ളതിനാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ എഗ്ഗ് ചേർത്തിട്ടില്ല. അപ്പോൾ എന്നാലും അത് അറിയണമെന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.